അപ്പോൾ ഇതൊരു പ്ലമ്മിൻ്റെ കാഴ്ചയുണ്ട്. ഇവിടുത്തെ തോട്ടങ്ങളിൽ നിന്ന് ചേട്ടൻ ശേഖരിച്ച് വാങ്ങി വെക്കുന്നതാണ്. അപ്പോൾ ഈ പ്ലം എന്ത് വില കിളിയോ? 1 കിലോയുടെ വില 250 രൂപയാണ്. ഇവിടെ വളഞ്ഞ് ഇവിടെ പറിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ചുകൂടി സൈസ് ഉള്ളതുണ്ട്. ചേട്ടാ ഈ പ്ലം ഇവിടുത്തെയാണോ? ഇവിടുത്തെ ഒരുവിധം ഫ്രൂട്ട്സിലാണ്. ഈ പ്ലം ഇവിടെ ഈ നാട്ടിലുള്ളതാണോ? കാന്തല്ലൂരുള്ളതാണല്ലേ? കാന്തല്ലൂരിൽ നിന്ന് വാങ്ങി മറയൂർ വിൽക്കുന്ന സാധനമാണ്. പിന്നെ ഇവിടെ വേറെ എന്താ ഫ്രൂട്ട്സ് ഉള്ള സാധനം? അതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളത് വെച്ചു. ഇത് വരവാണല്ലോ അല്ലേ? മാതള ഇവിടുന്ന് വരുന്നതാണോ? ഇവിടെ ഉള്ളതാണ്. മറയൂർ മാതളമാണെന്ന് പറഞ്ഞ് കാന്തല്ലൂരിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സാണ്. പിന്നെ നമ്മുടെ കാന്തല്ലൂരിലെ വേറൊരു ഫ്രൂട്ട്സാണ്. ആ പഴത്തിൻ്റെ പേരെന്തുകൊണ്ട്? അവക്കോട എന്ന് പറയുന്ന സാധനമാണ്. അത് ഇവിടുത്തെ ഐറ്റംസ് ആണ്. എന്താണ് നമ്മൾ ചേട്ടൻ്റെ കടയിൽ ഇച്ചിരി പ്ലം മേടിക്കാൻ പോവാണ്. ഇത് എന്താ പ്ലം കേട്ടോ? ഇവിടത്തെ ആണോ? വരവാണല്ലേ ഇത് എത്ര കിലോ? 200. അപ്പോൾ അത് കിലോ 200 രൂപയെന്ന് പറയണം. നമ്മളിത് കുറച്ച് മാത്രമാണ്. ഈ പിള്ളേരത് കഴിക്കത്തില്ല. അപ്പോൾ രണ്ട് പേര് മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ. ശരി, നല്ല സംഭവം. എന്തായാലും ആ പ്ലം ശരിക്കും വരവ് പ്ലമ്മാണ്. കാരണം പൊടി അടിച്ചിരിക്കണ്ടോ? ഇത് കണ്ട, ഇത് ഇവിടുത്തെ സാധനമാണ്. ഒറിജിനൽ ഐറ്റംസ്. ഇത് നല്ല സൂപ്പറാണ്. ഇത് നല്ല ഐറ്റംസ് ആണ് കേട്ടോ. ഇത് റോഡിലെ പൊടി അടിച്ചിരിക്കുന്ന ആരോ പറഞ്ഞു വേണ്ട. അതെല്ലാം പൊടി അടിച്ചിട്ട് ശാലം വാഷ് ചെയ്ത് കൊടുക്കണം പിള്ളേർ. ഇപ്പം നോക്കട്ടെ എത്ര നോക്ക്. മതി. കാരണം അത് കഴുകണം, നല്ല രീതിയിൽ കഴുകണം. കാരണം ഇത് നനഞ്ഞ് പൊടിയായിട്ട് അത്രയും ഒട്ടിയിരിക്കുന്നു. അപ്പോൾ വാഷ് ചെയ്ത്. അത് മാങ്ങ കേട്ടോ, അത് മാങ്ങ. അത് നോക്കി കേട്ടോ.